ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചിങ്ങപ്പയർ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഉപ്പേരിന്നോ തോരനോ അല്ലെങ്കിൽ മെഴുക്കുപറ്റിന്നോ എന്താ വേണമെങ്കിൽ വിളിക്കാട്ടോ നമുക്ക് ഈ ഒരു സംഭവത്തിന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അച്ചിങ്ങപ്പയർ 250 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് രണ്ടറ്റവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് അത് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ചിങ്ങപ്പയർ മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ് വെളിച്ചെണ്ണയിൽ നമ്മൾ ഉപ്പേരിയൊക്കെ കാച്ചുമ്പോൾ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു 6-7 വെളുത്തുള്ളി നടുക്കി കീറിയത്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 20-25ഓളം ചെറിയ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് വലിപ്പമുള്ള ചുവന്നുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 10-12 ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായി വഴന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 3 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, നമ്മുടെ കുത്തിപ്പൊടിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒന്നുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ഇതൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വേണം അതിലേക്ക് പയർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ സെപ്പറേറ്റ് പയർ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അച്ചിങ്ങപ്പയർ കുറച്ച് വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വെള്ളം ഒത്തിരി വാർക്കാതെ ഇതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ വാരി ഇട്ട് കൊടുക്കാം, ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പയർ മുഴുവൻ ഞാൻ ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആ പയർ വേവാൻ ആവശ്യത്തിന് കുറച്ച് ഒത്തിരി വെള്ളമൊന്നും വേണ്ട, അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഈ പയർ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ചേർത്തത് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ പയറെല്ലാം നമുക്കൊന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ അതിൽ കണ്ടില്ലേ അല്പം വെള്ളമുണ്ട്, പിന്നെ കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു മൂടി വെച്ച് അടച്ചിട്ട് 5 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതങ്ങനെ ഇരുന്ന് നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി ഓപ്പൺ ചെയ്ത് നോക്കുക. വെള്ളം തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ചില പയർ പെട്ടെന്ന് തന്നെ വെന്ത് വരും, എന്നാൽ ഇത് അത്ര പെട്ടെന്ന് വെന്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പയറിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ചിട്ട് നമ്മൾ വേവ് നോക്കി, വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 3 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പയറിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളവും നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പയറിൽ വെള്ളം ഫുള്ളായിട്ട് വറ്റി വന്നിട്ടില്ല, അല്ലെങ്കിൽ ആവി വെള്ളമൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുള്ളതുകൊണ്ട് ഞാനിനി തീ കൂട്ടി വയ്ക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കാരണം നമ്മൾ അപ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാളും ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കാരണം അപ്പോഴേക്കും നന്നായിട്ട് എരിവൊക്കെ ആ പയറിലോട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പയറൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂടാക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.